ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല. നിനക്കെന്താ തലക്ക് ഭ്രാന്തുണ്ട്? നിങ്ങൾക്കിത് ഏത് ചിത്രത്തിലാണെന്ന് മനസ്സിലായോ? എനിക്ക് ഞാനിതുപോലെ പച്ചക്കറി എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ഈ സീനാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല പൂരിയും അതിൻ്റെ ഒപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയും കൂടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗ്രീൻ പീസ് മസാല എന്ന് വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ നേരത്തെ കാണിച്ച ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കൊരു പൂരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി, മൈദപ്പൊടി, കുറച്ച് ഉപ്പ്, കോക്കനട്ട് ഓയിൽ, നോർമൽ വാട്ടർ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പരത്തി കുഴച്ച് ഉരുട്ടി ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉരുട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊന്ന് പരത്തി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് എല്ലാതും വെന്ത് വരും. നമ്മളിപ്പോൾ അവിടെ ചേർത്തിട്ടുള്ളത് ഗ്രീൻ പീസ്, പൊട്ടാറ്റോ, ടൊമാറ്റോ, ഒനിയൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാനത് വേവിച്ച് വെച്ചേക്കുന്നത്. ഗ്രീൻ പീസ് തലേദിവസം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ പൂരിയൊക്കെ സക്സസ്ഫുള്ളി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നു. അപ്പോൾ ഞാൻ അതിലേക്കുള്ളൊരു മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ നന്നായി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയിലും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറി റെഡിയായി നമ്മളതങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ പൂരി എടുക്കുക, അതങ്ങോട്ട് വറക്കുക. അതങ്ങോട്ട് ഒറ്റ പോളയിൽ അങ്ങോട്ട് പൊന്തുമ്പോണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം സക്സസ്ഫുള്ളി ആയല്ലോ. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. നല്ല മൊരിഞ്ഞ പൂരിയും വെജിറ്റബിൾ കുറുമയും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കഷ്ടപ്പാട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ ബൈ.